മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന നിലപാടിൽ CPM തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റും. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ടിൻറ്റു ദാസ് ചേരുന്നുണ്ട്. ടിൻറ്റു, എന്തായാലും കോടതിയും സെപ്റ്റംബർ 3 വരെ ഈ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതിന് മുകേഷിന് താൽക്കാലിക ആശ്വാസമായിരുന്നു. ഇപ്പോൾ CPMൽ നിന്ന് ഇത്തരത്തിലുള്ള പിന്തുണ ലഭിച്ച സാഹചര്യം എന്തൊക്കെ തീരുമാനങ്ങളാണ് മുകേഷിന് കാര്യത്തിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം എടുത്തിട്ടുള്ളത്? ലക്ഷ്മി, തൽക്കാല മുകേഷ് MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ട എന്ന നിലപാട് ഉറച്ചു തന്നെയാണ് CPM എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മണിക്കൂറുകളിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നും മനസ്സിലാകുന്നത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ LDF കൺവീനർ കൂടി പറയുന്നത്. ഇന്ന് ചേർന്ന അവൈലബിൾ യോഗത്തിലായിരുന്നു തീരുമാനമുണ്ടായത്. തൽക്കാലം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിന്നാൽ മതിയാവും. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധമുണ്ടാക്കുന്ന വിഷയമാണെന്നും വിലയിരുത്തലുണ്ട്. എന്തായാലും കൊല്ലം ജില്ലാ ഘടകത്തിലെ കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ നിന്നും മുകേഷിനെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയരുന്നുണ്ട്. മുകേഷ് ഈ സ്ഥാനം രാജിവെക്കണമെന്നാണ് കൊല്ലത്ത് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ LDFന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPയുടെ ഭാഗത്തു നിന്നും ഈ മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിവെക്കണമെന്നൊരു ആവശ്യം ഉയർന്നുന്നുണ്ട്. വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും CPMും അതോടൊപ്പം സർക്കാരും ഇത്തരത്തിൽ മുകേഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് നടപടിക്കില്ല എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. തൽക്കാലം ഈ സിനിമാ നയരൂപീകരണ സഭയിൽ നിന്ന് മാറ്റി നിൽക്കാം. ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താം. അതിലുപരി MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾക്കെതിരെയുള്ള കേസുകൾ നേരിടേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകൾ, അതിലുയർന്ന വിവാദങ്ങൾ, മാത്രമല്ല CPയിൽ നിന്നുള്ള ഒരു പക്ഷേ അതൃപ്തി, പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്. ടിൻറ്റു പറഞ്ഞ പോലെ കൊല്ലത്തെ CPM ഘടകത്തിൽ മുകേഷിനെ വലിയ തൃപ്തിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരുപക്ഷെ രാജിവെച്ചാൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടുത്തെ ഒരു വിജയ സാധ്യതയൊക്കെ CPMനെ ആശങ്കയിലാക്കുന്നുണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും അത്ര തന്നെ. നേരത്തെ തന്നെ കൊല്ലത്ത് ജില്ലാ നേതൃത്വത്തിനിടയിൽ ഈ മുകേഷ് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ആ ആരോപണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ലൈംഗിക ആരോപണവും കൂടി ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പാർട്ടിക്ക് കൊല്ലത്ത് ശേഷിയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വിലയിരുത്തലിൽ തന്നെയാണ് തൽക്കാലം മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട ഇല്ല എന്നും അതോടൊപ്പം തന്നെ മറ്റ് MLAമാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് MLAമാരുടെയൊക്കെ ലൈംഗിക ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിൽ പ്രധാനമായിട്ടും LDF കൺവീനറും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ അത് എങ്ങനെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാം, എങ്ങനെ മുകേഷിനെ സംരക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായേക്കും. കഴിഞ്ഞ 2 ദിവസമായി മുകേഷ് എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാർട്ടിക്ക് ഇനി ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ വാക്കോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള CPMന്റെ ഒരു വാദമോ കേൾക്കാൻ CPIയുടെ ഒരു വാദമോ കേൾക്കാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെ അനിരാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മുകേഷിന്റെ രാജി ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം പോലും ചെവിക്കെടുക്കാതെയാണ് ഇത്തരത്തിൽ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് CPM പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ ചേരുന്ന CPM സെക്രട്ടേറിയറ്റ് വിശദമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യും. എങ്ങനെ മുകേഷിനെ നിലനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ മുഖം രക്ഷിക്കുക എന്നതായിരിക്കും പ്രധാന അജണ്ട. ശരി, ടിൻറ്റു ആണ് വിവരങ്ങൾ നൽകിയത്.